നമ്മൾ ഇരിക്കൂർന്ന് പെരുമണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വത്തക്കത്തോട്ടമുണ്ട്. ഇതറിയാത്തവർ കുറവായിരിക്കും. ഞാൻ എന്തായാലും കുറച്ച് ദിവസമായി ഈ റീലൊക്കെ കാണുന്നു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഒന്നും നോക്കിയില്ല. രാവിലെ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ചോദിച്ചു. ഇറങ്ങി വന്നപ്പോൾ 10 മണിയായിന്. അതുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ ഒരു 10:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയതാ എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയില്ലാത്ത കുറേ കാഴ്ചകളുണ്ട്. പിന്നെ കയറി പോകുന്ന സമയത്ത് ഒരു ഗ്രിപ്പില്ലാത്തൊരു ഏരിയ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അവിടെ കയറുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഗാലാൻഡിൽ റൈഡ് പോയ പോലെ താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം നീ വീഡിയോടൊപ്പം ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആരും ചോദിക്കാൻ പാടില്ല. അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോകും തോറും ഒരുപാട് അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഹാർവെസ്റ്റിംഗ് ടൈം ഈ ഒരാഴ്ചയും കൂടി ഉണ്ടാവേ. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ്റെ വിളവെടുപ്പ് 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും. ഇത് ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണേ. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ആ ഏറുമാടം കണ്ടപ്പോൾ ആദ്യം കയറാനൊരു പേടിയെല്ലാം പിന്നെ ഒന്നും നോക്കിയില്ല. അറഞ്ചം പുറഞ്ചം മുകളിലേക്ക് അങ്ങ് വലിഞ്ഞ് കയറി അവിടെ പോയി ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ പേജിൽ കയറി നോക്കി നിങ്ങൾക്ക് ആ പോസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ആംബിയൻസ് പൊളിയാണ്. ആ ഒരു ടൈം നല്ല വൈബാട്ടാ. അങ്ങനെ കുറേ സമയം കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്നു. 3 ടൈപ്പിൽ വത്തക്കയുണ്ട്. പക്ഷേ ഇപ്പോൾ സെയിലുള്ളത് നമ്മളെ റെഡ് വത്തക്കയാണ്. നല്ല ജ്യൂസിയാണ്, നല്ല മധുരമുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നു. 2 സുഹൃത്തുക്കളുടെ കഠിനാധ്വാനാണ് ഈ ഒരു വത്തക്കത്തോട്ടം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവരങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ 2 ആൾക്കാരാണ് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അവരുടെ ഒരു ഹാർഡ് വർക്കും എഫേർട്ടും എന്തായാലും അടിപൊളി സക്സസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, വത്തക്കയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷം കേട്ടോ. നമ്മളെ നാട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണ്ടേ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അവസാനം ആ വത്തക്കേൻ്റെ സെക്ഷനിലെത്തി. വത്തക്കയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന 25 രൂപ കേട്ടോ കിലോന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.